പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും SSK ചന്ദ്രകാന്തം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്രീകുമാർ എസ് കുറുപ്പ്. ഗവി ട്രിപ്പിൻ്റെ ഭാഗമായി വാഗമണ്ണിനടുത്തുള്ള ഒരു റിസോർട്ട്, ബ്രീസ് പോയിൻ്റ് എന്ന് പറയുന്ന റിസോർട്ടിൽ ഞങ്ങൾ മുറിയെടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കുമരികുളം ഫിഷ് ഫാമിലേക്ക് പോയി കാഴ്ചകൾ കണ്ട ശേഷം തിരികെ വന്നു. അതിനുശേഷം കലാപരിപാടികൾ ആരംഭിച്ചതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നതിനാൽ അത് കാണിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ ഭക്ഷണം, അതിൻ്റെ കൂടെ ഗ്രിൽഡ് ഫിഷ് എന്ന് വേണ്ട നാനാവിധ ഭക്ഷണ വിഭവങ്ങളും ഉണ്ടായിരുന്നു. അത് ഗംഭീരമാക്കിയ ഒരു പ്രസിദ്ധനായ ഷെഫ്, സിജോ എന്ന ഷെഫ് നമുക്ക് കിട്ടിയത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ വിഭവ സമൃദ്ധമായ ഭക്ഷണം, ഡാൻസ്, അതിൽ എല്ലാവരും പങ്കെടുത്തു. ചെറിയ കുട്ടി ക്രിസ്റ്റോ, അതിന് നേതൃത്വം നൽകിയ 2 ചെറുപ്പക്കാർ, ബെസ്റ്റിൻ, ജിഷ്ണു എന്നിവർ, അതുപോലെ ഏറ്റവും പ്രായം കൂടിയ മെമ്പർ ഉൾപ്പെടെ, ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഉൾപ്പെടെ അതിഗംഭീരമായി ഡാൻസ് പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ വളരെ ഗംഭീരമായി കലാപരിപാടികൾ മുന്നോട്ട് നീങ്ങി. അതിനിടയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആഗോലി, അയൽക്കോറ, പിന്നെ എന്തൊക്കെയാണ് എന്നറിയാൻ വയ്യ. ആ രീതിയിലുള്ള കക്കയിറച്ചി, അയല, ഗ്രിൽഡ് ഫിഷ്, ബീഫിന് ബീഫ്, പോർക്കിന് പോർക്ക്, കറിക്ക് കറി, പിന്നെ ചാളക്കറി, പിന്നെ മരച്ചീനി, കപ്പ, ചോറ്, പിന്നെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, മുട്ടക്കറി, മുട്ട ഓംലെറ്റ്, ബുൾസൈ, സകലമാന സാധനങ്ങളും ഉണ്ട്. ഇനി എന്തില്ല എന്ന് മാത്രം ചോദിച്ചാൽ മതി. അങ്ങനെ എല്ലാവിധ ഭക്ഷണ സാമഗ്രികളും, അതോടൊപ്പം ഡാൻസ്, അങ്ങനെ വളരെ തകൃതിയായി മുന്നോട്ട് നീങ്ങി. അപ്പോൾ റിസോർട്ട് വാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ഗുണം, പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ സ്വസ്ഥമായി ഇരിക്കാം. നമ്മൾ 1 ഡേ പ്രോഗ്രാം പോയി വന്നാൽ കിട്ടാത്ത ഒരു ആനുകൂല്യം റിസോർട്ട് വാസത്തിനുണ്ട്. ഒരല്പം പണച്ചെലവ് കൂടുതൽ വന്നു കഴിഞ്ഞാലും, ആ റിസോർട്ടിലെ താമസത്തിനുള്ള ചിലവ് കൂടി വന്നാലും അതൊരു പ്രത്യേക അനുഭവം ആയിരിക്കും. അങ്ങനെ റിലാക്സ് ചെയ്ത് എല്ലാവരും, വളരെ കലാപരിപാടികളിൽ പങ്കെടുക്കാത്തവർ ആരും തന്നെ ഇല്ല. അത് അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയിൽ ഭക്ഷണമുണ്ട്, പിന്നെ ഇത് നല്ല ഗംഭീരമായ സംഗീതമുണ്ട്, ഡാൻസ് ഉണ്ട്, പലരും കൂടെ പാടുന്നുണ്ട്. അങ്ങനെ ആദ്യ അവസാനം നിന്ന് ഡാൻസ് ചെയ്തവരുണ്ട്, അല്ലാതെ ക്ഷീണിക്കുമ്പോൾ അല്പം മാറിയിരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം തിരികെ വന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. അത് ഭക്ഷണം കഴിക്കൽ, ഡാൻസ്, അതിനിടെ ഫിഷ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്യാമ്പ് ഫയർ അതിനുശേഷം ആരംഭിച്ചു. ഗംഭീരമായ ക്യാമ്പ് ഫയർ. അവിടെ പിന്നെ ബാക്കി ഉള്ളത് നമ്മളൊന്നാണേ, ഞാൻ പാടുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ എന്നൊക്കെ പറയുന്ന ആ ഗാനം പാടുന്നുണ്ട്. ഇന്നലെ നാം സ്വപ്നമെല്ലാം പൂവണിയുന്നേ, മുന്നിൽ വന്നുദിക്കുന്നേ. ഭയങ്കര രസമുള്ള ഒരു പാട്ടുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ തകൃതിയായി മുന്നോട്ട് പോയി. ഓരോരുത്തർ ഉറക്കം വരുന്നത് വരെ ഉള്ള ഡാൻസാണ്. ആ യഥാക്രമം ഉറക്കം വരുന്നവർ പതുക്കെ പിൻവാങ്ങുകയും അവരവരുടെ ഉറക്കറകളിലേക്ക് നീങ്ങുകയും ചെയ്യുകയുണ്ടായി. പിന്നെ അതിൽ തന്നെ 2, 2:30, 3 മണി വരെ ഉറങ്ങാതിരുന്ന ആൾക്കാർ വരെ ഉണ്ട്.
അങ്ങനെയൊക്കെ കാര്യങ്ങൾ വളരെ തകൃതിയായി മുന്നോട്ട് നീങ്ങി. അപ്പോൾ ചുരുക്കത്തിൽ നല്ല കുളിരിൽ, ശുദ്ധമായ പ്രകൃതിയിൽ, ഐശ്വര്യമായി, എല്ലാം മറന്നുകൊണ്ട് ഗംഭീരമായി പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും എല്ലാം ഉള്ള ഒരു അവസരമുണ്ടായി എന്നുള്ളത് വളരെ ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. എല്ലാവരും അതിൽ തങ്ങളാൽ ആവുന്ന വിധം പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. കൊച്ചു കൂട്ടുകാരൻ ക്രിസ്റ്റോ തുടങ്ങി ഏറ്റവും പ്രായമുള്ള തങ്കച്ചൻ ചേട്ടൻ വരെ. ഞാനും ഡാൻസ് ചെയ്തു. എൻ്റെ ഡാൻസ് ഇതിൽ കാണാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ ഗംഭീരമായി മുന്നോട്ട് നീങ്ങി. ഇനി ഇത് കഴിഞ്ഞ് നാളെ ഗവിയിലേക്കാണ് പോകുന്നത്. ഗവിയിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളും ബാക്കി കാര്യങ്ങളുമായി നാളെ വരും. ഈ റിസോർട്ടിനെ കുറിച്ചും അതിൻ്റെ പരിസരത്തെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ക്രിസ്റ്റോ അല്പം ക്ഷീണിച്ച് ഒരല്പം മാറിയിരുന്നു ആണ്. പുള്ളിക്കാരന് ഉറക്കം വന്നു എന്നാണ് തോന്നുന്നത്. കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ പുള്ളിക്കാരന് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം പിന്നെ മനുഷ്യന് പിടിച്ചിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുവരെ തകൃതിയായി ഡാൻസ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉറക്കക്ഷീണം ഉണ്ടാകും. പിന്നെ എല്ലാവരും തന്നെ വളരെ ഗംഭീരമായി പങ്കെടുത്തു. അതുകൊണ്ട് ഈ ബ്രീസ് പോയിൻ്റ് എന്ന് പറയുന്ന റിസോർട്ടിലുള്ള വാസവും അവിടെ നടന്ന കലാപരിപാടികളും ക്യാമ്പ് ഫയറും വയറ് നിറയെ ഭക്ഷിച്ച ഭക്ഷണ വിഭവങ്ങളും എല്ലാം ഒരു അനുഭവമായിരുന്നു ഏവർക്കും. പിന്നെ അല്പസ്വല്പം മദ്യസേവ വേണമെന്നുള്ളവർക്ക് അതും, അതിനെയൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയല്ല, കുഴപ്പമില്ല. കാരണം നമ്മളെ ഗവൺമെൻറ് അതൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയി. ഓക്കെ, ബായ് സുഹൃത്തുക്കളെ. ഞാൻ ശ്രീകുമാർ.